ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ മാഷാഅല്ലാ നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിംഗർ പറാത്ത റെസിപ്പിയാണ്. ഇത് പൊറോട്ട വെച്ചിട്ടും ചപ്പാത്തി വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് വേണ്ടത്. അതിനുവേണ്ടി 300 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ആയാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കുമേ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാനുള്ള പൗഡർ റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് അളവിൽ മൈദ, അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ അളവ് കൂടി പോകരുത്. ഇനി പാല് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ മസാല തേച്ച് വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ പൗഡറിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് എഗ് മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത് ഒന്നുകൂടെ ഈ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുക. ഡബിൾ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഈ പൗഡർ ചിക്കനിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുടഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ലുക്കായിട്ട് സംഭവം കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പീസസും ഇങ്ങനെ ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടാക്കിയെടുത്ത് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിക്കോട്ടെ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പിന്നെ എല്ലില്ലാത്ത പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുക. നേരത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്റ്റെയിനറിലേക്കോ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ സോസ് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചപ്പാത്തി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മയോണൈസ് വേണം. റെഡിമെയ്ഡ് ആയിട്ടുള്ളത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി മുമ്പ് പോക്കറ്റ് ഷവർമ്മയുടെ റെസിപ്പി ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാണണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതായതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ചിക്കൻ വെച്ചിട്ട് 5 റോളാണ് റെഡിയാക്കി എടുക്കാനുണ്ടാവുക. അപ്പോൾ അതിലേക്ക് 2 എഗ്ഗ് വെച്ചിട്ടുള്ള തൂമുണ്ടാക്കിയാൽ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഹോട്ട് സോസ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് സലാഡ് ലീവ്സും വെജിറ്റബിൾസും ഒക്കെ എടുക്കുക. അപ്പോൾ ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു പീസ് ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നത് പൊറോട്ട ചപ്പാത്തി എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്ത് വെച്ച തൂമിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് 2-3 പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ്, എന്നിട്ട് അതിന് മുകളിൽ തൂമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ രീതിയിലുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്